നടൻ ആസിഫ് അലിയെ താൻ അവഹേളിച്ചിട്ടില്ലെന്ന സംഗീത സംവിധായകൻ രമേശ് നാരായണൻ. ഇപ്പോഴത്തെ വിവാദം തെറ്റിദ്ധാരണ മൂലമാണെന്നും തന്നിൽ നിന്നും അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും രമേശ് നാരായണൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല, അപമാനിക്കാനുള്ള ഉദ്ദേശവുമില്ല, ഒരിക്കലും അപമാനിക്കില്ല. കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ. പക്ഷേ ഇതെങ്ങനെ വന്നു? ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആന്തോളജിക്കൽ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിലാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തെ ആസിഫ് അലി അപമാനിച്ചു എന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ തന്നെ തയ്യാറായത് ഷീജ ചോദിച്ച ചോദ്യത്തിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്തിരുന്നത് എന്ന് തോന്നുന്നു. ഷീജ. തീർച്ചയായും അഞ്ജന, ഏതായാലും ഈ വിഷയത്തെ പൂർണ്ണമായും ന്യായീകരിക്കുക തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു സമീപനം എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിൽ ഈ കയ്യിൽ മൊമെന്റോ വാങ്ങിയപ്പോൾ ആസിഫ് അലിയുടെ മുഖത്ത് പോലും നോക്കാതെ തിരിഞ്ഞു നിന്നിരുന്നല്ലോ, അത് ആസിഫ് അലിയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്നുള്ള നമ്മുടെ ചോദ്യത്തിനാണ് അത്തരത്തിൽ തോന്നിയെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ളൊരു കാര്യം രമേശ് നാരായണൻ പറയുവാൻ തയ്യാറായത്. ഏതായാലും നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം കൃത്യമായ രീതിയിൽ ഇത് വലിയ തോതിൽ വിവാദമായി എന്നതുകൊണ്ട് മനസ്സിലാക്കി തന്നെയാണ് മറുപടി നൽകിയത്. പ്രത്യേകിച്ചും ഇത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകും എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത്രത്തോളം സൂക്ഷിച്ച് തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയതും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് ഒരു തെറ്റിദ്ധാരണയാകാം, താൻ ആരെയും അധിക്ഷേപിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയല്ല, അത്തരത്തിൽ താൻ ചിന്തിച്ചിട്ടുമില്ല, അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിരിക്കാം. അതുകൊണ്ട് താൻ ആസിഫ് അലിയെ നേരിൽ വിളിക്കുന്നതായിരിക്കും, അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുന്നതായിരിക്കും. തനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ആസിഫ് അലി എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ അവിടെ രമേശ് നാരായണന്റെ പേര് വിളിച്ച് ആസിഫ് അലി പുരസ്കാരം നൽകുന്നു എന്നുള്ള അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നല്ലോ എന്നും നമ്മൾ ചോദിച്ചു. അത് താൻ കേട്ടിരുന്നില്ല. ആ ഒരു അനൗൺസ്മെന്റ് അവിടെ ഉണ്ടായ ഒരു കൺഫ്യൂഷന്റെ ഭാഗമായിട്ടാകാം അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ എന്തായാലും വന്നിരിക്കുന്നത്. ഷീജ, അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് താൻ ആസിഫ് അലിയെ പുറത്ത് തട്ടിയിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആ ദൃശ്യങ്ങൾ കണ്ട ആർക്കും അത് തോന്നിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. കാരണം ആസിഫ് അലിയിൽ നിന്ന് വളരെ, നമുക്ക് ആ ദൃശ്യങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ട്, വളരെ അലക്ഷ്യമായി ആ മൊമെന്റോ വാങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം സംവിധായകൻ ജയരാജിനെ കൈകൊണ്ട് വിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിനെ അടക്കം അദ്ദേഹം ന്യായീകരിക്കുന്നു. അതോടൊപ്പം തന്നെ താനൊരു ആദരവ് പ്രതീക്ഷിച്ചല്ല വേദിയിലേക്ക് പോയത്, MTയെ ഒന്ന് നമസ്കരിക്കണം എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിനിടയിൽ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം തന്നെ പറയുന്നു, തന്നെ വിളിക്കുകയും മറ്റ് മ്യൂസിക് ഡയറക്ടർമാരെയൊക്കെ വിളിച്ചിരുന്നു, പക്ഷേ തന്നെ വിളിക്കാത്തതിൽ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്ത് തരത്തിലുള്ള എത്ര മോശമായ വിരുദ്ധവാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്? ന്യായീകരിക്കുക എന്നതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ മുന്നിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണല്ലോ ഇങ്ങനൊരു തടിയൂരൽ അല്ലെങ്കിൽ തലയൂരൽ നിലപാടിലേക്ക് അദ്ദേഹം കടക്കുന്നത്. തീർച്ചയായും അഞ്ജന, അതിൽ മറ്റു മാർഗങ്ങളില്ല. കാരണം വിഷയം ഇതിനകം തന്നെ വലിയ തോതിൽ വിവാദമായി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടിയൂരുന്ന തരത്തിലുള്ള ഒരു സമീപനം അത് അദ്ദേഹം സ്വീകരിച്ചത്. പ്രത്യേകിച്ചും ഈ ആസിഫ് അലിയുമായി ബന്ധപ്പെട്ട് ആസിഫ് അലിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് അത്തരത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാകാം, അല്ലാതെ താൻ മനഃപൂർവ്വം അപമാനിച്ചതല്ല എന്നും വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു പ്രധാനമായും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്വീകരിച്ചൊരു നിലപാട്. അഞ്ജന, ഷീജിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആസിഫ് അലിയെ അപമാനിച്ച സംഭവത്തിൽ ക്ഷമാപണം നടത്തുകയാണ് അദ്ദേഹം. പക്ഷെ അപ്പോഴും ന്യായീകരണത്തിന്റെ പാതയിൽ തന്നെയാണ് രമേശ് നാരായണൻ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചോദിച്ച ചോദ്യത്തിനാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ തരത്തിലൊരു അപമാനം ആസിഫ് അലിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാമെന്ന് അദ്ദേഹം പറയുന്നതും. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്.
പോകേണ്ടതുണ്ട്. നടൻ ആസിഫ് അലിയെ അദ്ദേഹം അപമാനിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത്. നേരത്തെ ഇന്നലെ നടന്ന ആന്തോളജിക്കൽ മൂവിയുടെ ട്രെയിലർ ലോഞ്ചിലാണ് സംഭവം ഉണ്ടായത്. ഒരു മൊമൻറ്റോ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ആ മൊമൻറ്റോ വാങ്ങുന്നത് വളരെ അലക്ഷ്യമായി വാങ്ങിക്കൊണ്ട് മറ്റൊരാളെ കൊണ്ട് മറ്റൊരു സംവിധായകനെ കൊണ്ട് അത് താൻ രമേശ് നാരായണൻ ഏറ്റുവാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ.